കഴിഞ്ഞ 12 വർഷമായി KSRTCയിൽ സ്ഥിരമായി ആരെയും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് വെഹിക്കിൾ സൂപ്പർവൈസർമാരായി പെൻഷൻ പറ്റിയ ആളുകളെയാണ് ഡ്രൈവർ ട്രെയിനറായി നിയമിക്കുന്നത്. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ അടച്ച പൈസ ഇപ്പം 400 കോടിക്ക് മുകളിലായി. ആ പൈസ ഇതുവരെ അടച്ചിട്ടില്ല. അങ്ങനെ വലിയ ഒരു അപകടം. അപ്പോൾ തൊഴിൽ സുരക്ഷ പോലും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥിരം ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ മുൾമുനയിലാണ്. ഞാനിന്ന് KSRTCയിൽ ഒരു ഡ്രൈവറാണ്. എനിക്ക് ഒരു ഡ്യൂട്ടിക്ക് കിട്ടുന്ന ശമ്പളവും എൻ്റെ പകുതി ശമ്പളമാണ് ഒരു ബദലി അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം, അതാണ് BMS KST എംപ്ലോയീസ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. നമസ്കാരം. പ്രതിഷേധങ്ങൾക്കിടയിലും പ്രമോഷനുകൾ ഇല്ലാതാക്കിക്കൊണ്ട് KSRTCയിലും പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് KSRTC ജീവനക്കാരനും BMS നേതാവുമായ അജയകുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. KSRTCക്കെതിരെ നിരവധി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ KSRTCയിൽ പിൻവാതിൽ നിയമനങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. സത്യത്തിൽ ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നത്? ഈ 2013 KSRTCയിൽ ഏറ്റവും അവസാനം നിയമനം നടന്നത്. 2013 ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ കഴിഞ്ഞ 12 വർഷമായി KSRTCയിൽ സ്ഥിരമായി ആരെയും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽ സ്ഥാപനം എന്നുള്ള ഒരു സ്റ്റാറ്റസ് വരെ KSRTC നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ന് പോലീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞ് ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം KSRTCയാണ്. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പണിയെടുക്കാൻ വേണ്ട ഒരു സാഹചര്യത്തിൽ അങ്ങനെ KSRTCയെ പൂർണ്ണമായും കഴിഞ്ഞ 12 വർഷമായി യാതൊരുവിധ നിയമനങ്ങളും നടത്താതെ 44,000 തൊഴിലാളി കൊണ്ടിരുന്ന് 22,000 ആയി കുറച്ചുകൊണ്ട് ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു അച്ചടക്കമില്ലായ്മ. കാരണം സ്ഥിരം ജീവനക്കാരൻ്റെ ഉത്തരവാദിത്വ ബോധം ഒരിക്കലും അസ്ഥിരം ജീവനക്കാർക്ക് ഉണ്ടാകില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അസ്ഥിരം ജീവനക്കാർ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കാത്ത ആളുകളെന്ന് മുദ്ര കുത്തുന്നതല്ല. ഇപ്പോൾ സ്ഥിരം ജീവനക്കാരനെ എടുക്കുന്ന ശിക്ഷ നടപടികളൊന്നും അത്ര കണ്ട് അസ്ഥിരം ജീവനക്കാരിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് സ്ഥിരം ജീവനക്കാരൻ്റെതായ ഉത്തരവാദിത്വ ബോധം കുറച്ച് കൂടുതലാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു സ്ഥിരതയുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് അതുപോലും ലഭിക്കാതെ ഇപ്പോൾ ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് ഇപ്പോൾ KSRTCയിൽ നിന്ന് പെൻഷൻ പറ്റിയ ആളുകളെയാണ് വെഹിക്കിൾ സൂപ്പർവൈസർമാരായി പെൻഷൻ പറ്റിയ ആളുകളെയാണ് ഡ്രൈവർ ട്രെയിനറായി നിയമിക്കുന്നത്. ഞങ്ങൾ ആരോപിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, KSRTCയിൽ സ്കാനിയ, വോൾവോ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള ബസ്സുകളുണ്ട്. ഇത്തരം ബസ്സുകളൊന്നും ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ആളുകൾ ആരും ഓടിച്ച് പരിചയമില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഇടതുപക്ഷ യൂണിയൻ്റെ നേതാവായ ശ്രീ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം എത്ര കണ്ട് KSRTCയുടെ ബസ് സർവീസ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കൊല്ലം ഡിപ്പോയിൽ അന്വേഷിച്ചാൽ അറിയാം. കാരണം KSRTCയുടെ ട്രേഡ് യൂണിയൻ ലീഡർമാർ പണിയെടുത്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഞങ്ങൾക്കുണ്ട്. കാരണം ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും പണിയെടുക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ KSRTCയുടെ നിരീക്ഷണത്തിൽ നടത്തിയ മികച്ച ഡ്രൈവർമാരുടെ അവാർഡ് വാങ്ങിയ 100 കണക്കിന് ഡ്രൈവർമാരിൽ ഒരാൾ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ മിടുക്കനാണെന്ന് വാദിക്കുന്നതല്ല, ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ എംപാനലായിട്ട് ബദലി അടിസ്ഥാനത്തിൽ ഡ്രൈവറെയും കണ്ടക്ടറെയൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവർമാർ നന്നേ കുറവുമാണ്. ഇവർക്ക് ബസ് ഓടിക്കാൻ അറിയാമെങ്കിൽ ഇവർ ഡ്രൈവറായി വന്നോട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ സൂപ്പർവൈസറി തസ്തികകൾ, അതായത് ഒരു ജീവനക്കാരനെ ഒരു ഉദ്യോഗസ്ഥൻ മാനേജ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർവൈസറി തസ്തികകൾ ബദലി അടിസ്ഥാനത്തിൽ എടുക്കുന്നത് ഈ സ്ഥാപനത്തിന് അച്ചടക്കമില്ലായ്മ ഉണ്ടാക്കും. ഈ സ്ഥാപനത്തെ അച്ചടക്കത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇത് താഴെ തട്ടിലുള്ള ജീവനക്കാർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് വസ്തുത.
അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പിൻവാതിൽ നിയമനത്തിനെ ഇങ്ങനെ അത്ര കണ്ട് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ മന്ത്രി ഈ കാര്യം ഡയറക്റ്റ് നിങ്ങൾ BMS അറിയിച്ചോ? അല്ല, ഇപ്പോൾ KSRTCയിൽ അംഗീകൃത സംഘടനകളില്ല. ഇപ്പോൾ സ്വാഭാവികമായും അംഗീകൃത സംഘടനകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും KSRTCയുടെ ഏത് തീരുമാനം എടുക്കണമെങ്കിലും പ്രധാനപ്പെട്ട ഇതുപോലത്തെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ യൂണിയനുകളെ വിളിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു മര്യാദയാണ്. ഇപ്പോൾ അംഗീകൃത സംഘടനകൾ 3 ഉണ്ടായിരുന്നത് ആ അംഗീകാരം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് KSRTCയുടെ എല്ലാ രജിസ്റ്റേർഡ് യൂണിയനെയും വിളിച്ച ചരിത്രമുണ്ട്. ശ്രീമാൻ രാജമാണിക്യം KSRTCയുടെ MD ആയിരുന്ന സമയത്തൊക്കെ, അന്ന് ഞങ്ങൾക്ക് അംഗീകാരമില്ലായിരുന്ന സമയത്തൊക്കെ ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രേഡ് യൂണിയനുകളെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ട്രേഡ് യൂണിയനുകൾക്ക് അംഗീകാരം ഇല്ലെങ്കിലും എല്ലാ രജിസ്റ്റേർഡ് യൂണിയനെയും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ ഒരു സമവായം ഉണ്ടാകും. ബഹുമാനപ്പെട്ട മന്ത്രി അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അങ്ങനെ എടുത്താൽ അതിന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകും. കാരണം ഇത് എന്തായാലും ഇപ്പോൾ ട്രെയിനറായി നിയമിക്കുന്ന ഈ ഒരു വ്യവസ്ഥിതി, ഇത് KSRTC ഇൻസ്പെക്ടർ, ചാർജ്മാൻ, വെഹിക്കിൾ സൂപ്പർവൈസർ, അതുപോലെ തന്നെ എല്ലാ സൂപ്പർവൈസറി തസ്തികകളും നാളെ ബദലി അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുമെന്നുള്ളതിന് അതൊരു ആരോപണമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ സൂപ്പർവൈസറി തസ്തികകൾ, ഇപ്പോൾ ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ വിഭാഗം ബദലി എടുക്കുന്നതിൽ ഞങ്ങൾക്കെതിരില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് KSRTCയുടെ എല്ലാ തസ്തികകളും സ്ഥിരം ജീവനക്കാരെ നിയമിക്കണമെന്നാണ്. എന്തുകൊണ്ട് സ്ഥിരം ജീവനക്കാരെ നിയമിക്കണമെന്ന് കേട്ടാൽ, ഞാൻ ഇന്ന് KSRTCയുടെ ഒരു ഡ്രൈവറാണ്. എനിക്ക് ഒരു ഡ്യൂട്ടിക്ക് കിട്ടുന്ന ശമ്പളവും എൻ്റെ പകുതി ശമ്പളമാണ് ഒരു ബദലി അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം, അതാണ് BMS KST എംപ്ലോയീസ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണമെങ്കിൽ അവരെയും സ്ഥിരം ജീവനക്കാരായി കാണണം. സ്ഥിരം ജീവനക്കാരെ എടുത്തുകൊണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുത്തുകൊണ്ട് തൊഴിൽ നീതി നടപ്പിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബദലി അടിസ്ഥാനത്തിൽ ആളെടുക്കരുത് എന്ന് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിലവിലുള്ള KSRTC ജീവനക്കാരെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? അല്ല, നിലവിലുള്ള KSRTCയെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് കേട്ടാൽ, KSRTC ജീവനക്കാരൻ്റെ ഈ തൊഴിൽ സുരക്ഷ ഒരു അനിശ്ചിതാവസ്ഥയിലാണല്ലോ. കാരണം ഇപ്പോൾ KSRTC ജീവനക്കാരന് 2022 ശേഷം ഇതിൽ നിന്നും പെൻഷൻ പറ്റിയ പെൻഷൻകാർക്ക് യാതൊരു പെൻഷൻ ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഏറ്റവും അവസാനം 2024 മെയ് മാസം വരെ പെൻഷൻ പറ്റിയവർക്ക് 2023 ശേഷം PF-ൻ്റെ അടച്ച തുക പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അവർക്ക് 300 ഏൺ ലീവ് സറണ്ടർ ചെയ്താൽ അവർക്ക് കിട്ടുന്ന ആ ലീവ് സറണ്ടർ അടക്കം ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഇപ്പോൾ സ്ഥിരം ജീവനക്കാരെ, ഇപ്പോൾ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം NPS, അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ അടച്ച പൈസ ഇപ്പം 400 കോടിക്ക് മുകളിലായി. ആ പൈസ ഇതുവരെ അടച്ചിട്ടില്ല. അങ്ങനെ വലിയൊരു അപകടം. അപ്പോൾ തൊഴിൽ സുരക്ഷ പോലും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥിരം ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ മുൾമുനയിലാണ്. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം, ഈ സ്ഥാപനം നിലനിന്ന് ഈ സ്ഥാപനം നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ സ്വിഫ്റ്റ് എന്നൊരു ആശയം ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, KSRTCയുടെ വിജിലൻസ് കേസുകൾ കൂടുതലും സ്വിഫ്റ്റുമായി ബന്ധപ്പെടുത്തി അതാണ് എന്നുള്ളതാണ് സത്യം. ഞാനത് സ്വിഫ്റ്റുകാരെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അത് യാഥാർത്ഥ്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇപ്പോൾ നമ്മുടെ വിജിലൻസിൻ്റെ ചീഫ് ഓഫീസ് വിജിലൻസ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെ വന്നിട്ടുള്ള കേസുകളിൽ കൂടുതലും, അച്ചടക്ക നടപടിയുടെ കേസിൽ കൂടുതൽ ഇപ്പോൾ സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മളാണ് ഉന്നയിച്ചത് KSRTCയുടെ ഈ ബസ്സുകൾ വാങ്ങി സ്വിഫ്റ്റിന് നൽകരുത്, അത് RTCക്ക് നൽകണം. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് കേട്ടാൽ, എല്ലാ ബസ്സുകളും മുക്കും മൂലയും ഇടിച്ച് അത് നാമാവശേഷമായി ഒരു സ്ഥിതിയും, അതിനൊരു ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ് കളിയാക്കിയ സംഘടനയാണ് ഞങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ പ്രീമിയം ബസ്സുകൾ വാങ്ങി KSRTC ജീവനക്കാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാറ്റമൊക്കെ നിങ്ങൾ പരിശോധിക്കണം. ഞാനിപ്പോൾ മറ്റുള്ളവർ ഡ്രൈവറല്ല, അവർ വണ്ടി ഓടിക്കാൻ അറിയാത്തവരെന്ന് കളിയാക്കിയതല്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തന മേഖലയിൽ ഒരു സർക്കാർ നയമായി പൊതുഗതാഗതം നിലനിൽക്കുമ്പോൾ അതിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് തുല്യ വേതനവും തുല്യ നീതിയും നടപ്പിലാക്കണമെന്നുള്ളതും, അതിൽ സ്ഥിരം ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ഒരു കടയിൽ 2 കച്ചവടം പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നത്.